എന്റെ അമ്മേ. എന്താണ് തിരിഞ്ഞടിക്കണേ? ഇവിടെ കിട്ടിയോ? എന്നാ പിടിച്ചോ. ഞാൻ ഇത്ര അടുത്ത ഉണ്ടാവണ അപ്പോഴേക്കും പോയി കളഞ്ഞു. എന്നാ കൈ നീര് പിടിച്ചുകൂടായിരുന്നു? കൈക്ക് എന്നേക്കാൾ നീളമുണ്ടല്ലോ. പിടിക്കും, ഈ കൈ കൊണ്ട് തന്നെ പിടിക്കും. പ്രശ്നമല്ല, അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ വേഷം ഒന്ന് മാറണം. ഇപ്പോഴല്ല നമുക്ക് ഉടനെ മാറണം. പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കാം. ബോംബെയിൽ അന്വേഷിച്ചപ്പോ അടുത്ത വീട്ടുകാർ അവളുടെ പേരെന്തെന്നാ പറഞ്ഞത്? നല്ല പേരാ, പുക പോലെ. ഞാനത് മറന്നു. ഞാനും മറന്ന്. അല്ലെങ്കിൽ പേരെന്തിനാ അവളെ കിട്ടിയ പോരെ? എന്നവാ കോയക്ക് ഇവിടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ പറയണ്ടായി. മാഞ്ചിയാണോ കള്ള? ആചാര്യ തട്ടിപ്പൊന്നുമില്ല. ഒരു ഷെയർ ഒന്ന് എന്നെ കൂടി ബിസിനസ് എടുക്കോ? അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചുറ്റിക്കളിയോ? അതെ, ഈ ഭൂമി തിരിഞ്ഞ ശിവൻകുട്ടി കണ്ടില്ലേ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. എന്നാ കേട്ടത് നേരാ. ഭൂമി തിരിയുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത്. അതിന്റെ പുറത്ത് നീയും കൂടി കയറിയിരുന്ന ഉരുണ്ട് വരന്റെ താഴെ വീണ് കയ്യും കാലും പൊട്ടി പോകുമ്പോനെ നീ ഇപ്പൊ ഉള്ള പണിയെ ചെയ്താൽ മതി. എന്ത് പണി? ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് തെണ്ടി തിരിഞ്ഞടക്കല്. അല്ലാതെ എനിക്ക് വേറെന്ത് പണിയാ കിട്ടുക? അതൊക്കെ പോട്ടെ. ആട് വളർത്തൽ എനിക്ക് ചേരുമോ? അത് തിരക്കല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാരും മായ എന്താ ഈ വേഷത്തിൽ? എന്താ ഒന്നും പറയാതെ ഇങ്ങനെ? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ. കയ്യെന്ന് വിട് പോയാ. മായേ മായ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നീ ആരാടാ ചൂല എന്നെ തല്ലാൻ? ഇതെന്റെ മായയാണ്. നിനക്കെന്താ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ്. ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കയറി പിടിച്ചത്. അല്ലടാ ചെറ്റകളെ, നിങ്ങളെ രണ്ടിനെ ഞാനൊന്ന് പൊരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദര, ഞാൻ ഈ പെങ്ങൾ ആദ്യമായിട്ട് കാണാണ്. ഇതുപോലത്തെ ഒരു സഹോദരി ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അവളെ കല്യാണം കഴിക്കാനുള്ള അതിമോഹം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ്. പാപ്പാക്കണം. ആ കൂളിംഗ് ഗ്ലാസ്സുകാരന് ശിവൻകുട്ടി. ഓഹോ, അവനാണോ ശിവൻകുട്ടി? അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല, അതല്ലേ എനിക്കും വേണ്ടത്. ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം. നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ. ഇങ്ങനത്തെ ഒരു തറവാട്ടി പറഞ്ഞിട്ടാണോ ഇവനൊക്കെ വൃത്തിയോട് കാണിക്കുന്നത്? വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പഠിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? സാറേ, സത്യം ഇവര് പറയും. അച്ഛാ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇയാളുടെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചല്ല. കയറി പിടിച്ചു, അത് വേണോ? പിടിച്ചോടാ. മായാണെങ്കിൽ എന്താ അതിലേക്ക് കയറി പിടിക്കാൻ സംസാരിച്ചുകൂടെ? കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? നിന്നെ ഞാൻ കുടുംബത്തിന്റെ മാനം കളയാൻ തിരിച്ചവരാണോ നീ? എന്താ എന്താ ഇത്? മുത്തച്ഛ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛ. എന്റെ കാല് മുത്തച്ഛ. കണ്ടോ, ഇപ്പൊ ബോധ്യായോ? ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ, ഇതാണ് മായ, എന്റെ മായ. ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ? ഇയാളുടെ ഭാര്യ? അതേ മുത്തച്ഛ, പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം. എന്താ സാറേ ഇതിന്റെയൊക്കെ അർത്ഥം? ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോളാ മായ. സംശയം തൊട്ടു നോക്കാൻ പറ, അല്ല ചോദിച്ചു നോക്കാൻ പറ. വേണ്ട, ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി.
ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായ ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. നല്ല നാടൻ കത്തിയുണ്ടാവും പറഞ്ഞ ഈ വീട്ടിലെടുക്കാൻ. എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ 2 കൈ ഒന്ന് വെട്ടിക്കള. ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യനെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം. നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയാറുന്നില്ലേ? അപ്പൊ ഈ നേരം വരെ പറഞ്ഞ ഇതിന് സത്യമല്ലേ? ആ നിൽക്കുന്നതാണ് ശരിയായ മായ. റോഡിൽ വെച്ചാണ് തന്നെ ഗുജറാത്തി മായ. ക്ഷമിക്കണം, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊത്തിവെച്ചതുപോലെയാണ് എന്റെ ഭാര്യ. ഇനിയൊന്നും നോക്കണ്ടേ, ഇത് തന്നെ നമ്മുടെ കളി. അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ. പേര് മാനസേശ്വരി ഗുപ്ത. സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചക്ക് മുമ്പ് ഞാനെങ്ങാനും ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി അതേ അബദ്ധം എനിക്കും പറ്റിയേ. അയ്യോ, നോക്കും ശിശുക്കുട്ടി, നിങ്ങളൊരു മാന്യനാണ്. ഈ തെറ്റ് ചെയ്തതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 തല്ലുതല്ല. ശിവൻകുട്ടി, മതി, മാപ്പ് പറഞ്ഞത് മതി. സാരമില്ല. സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നിലവിട്ട് പെരുമാറിയെന്ന് വരും. അതിലൊരു തെറ്റുമില്ല. ഇത് സർവ്വസാധാരണമാണച്ച. എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ. പിന്നെ ഭാഗ്യത്തിനൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ 6 പേരുണ്ട് ഏട്ടാ. ആഹാ, ആ എന്ന് വെച്ച ഏട്ടനെ പോലെ 6 പേര്, എന്നെ പോലെ 6 പേര്, 6 മായമാര്, 6 അച്ഛന്മാര്, 6 ശിവൻകുട്ടിമാര്, 6 കമലാക്ഷിമാര്. അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവുമല്ലോ. ഉണ്ടാവും ഏട്ടാ. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ആ, അങ്ങനെ പറ. അപ്പൊ സാറ് ഡോക്ടറാണല്ലേ? ഹ, അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ. എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവരാ നോക്കുന്നത്. ഹോസ്പിറ്റൽ കെട്ടാൻ ഒരു 19 ഏക്കറെങ്കിലും വേണ്ടി വരും. സ്ഥലം നോക്കുന്നേ ഉള്ളൂ. അതെ, സെന്റിന് എത്ര രൂപ കൊടുക്കും? പണമൊക്കെ ആര് നോക്കുന്നു ചേട്ടാ? പണം ഇന്ന് വരും നാളെ പോവും. ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം. നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം. നിങ്ങൾ 2 ആളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ 2 ആളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കെട്ടണം. അത്രേ ഉള്ളൂ എന്റെ ജീവിതാഭിലാഷം. നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ബഹളം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് വരണം. വരട്ടെ. നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി. മാനസേശ്വരി. ശിവൻകുട്ടിയേട്ടാ, എന്താ മായേ? എന്നാലും എന്താ ശിവൻകുട്ടിയേട്ടാ കേട്ടതൊക്കെ? വേറൊരാളുടെ ഭാര്യയുടെ പിന്നാലെ പോയി. അയ്യോ, മായ എന്തായി പറയുന്നേ? ആ മായ കണ്ടിട്ടുണ്ടല്ലോ. മായ കണ്ടു കഴിഞ്ഞാൽ മായ വരെ മായ തന്നെ വിളിക്കും. മായ എന്നെ തെറ്റിദ്ധരിക്കരുത്. ചെറിയച്ഛൻ പറഞ്ഞത് മായ കേട്ടില്ലേ? ഒരാളെ പോലെ തന്നെ വേറെ 6 പേരുണ്ടാവും അത്രേ. ഓ, അത് ശരി. അപ്പൊ എന്റെ പേരും പറഞ്ഞ് ഇനി 5 പേരെ കൂടി കയറി പിടിക്കാനല്ലേ? ശിവൻകുട്ടിയേട്ടൻ ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. മായേ ഒന്ന് നിൽക്കൂ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. എന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹം തേടാൻ എനിക്ക് വയ്യ. മായ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഒരു പാവന ഹൃദയവുമായി ഈ തറവാട്ടിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന എന്തിനായിരുന്നു മായ ഒരുപാട് പഠിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ 4 തവണ തോറ്റു. അതെന്റെ കുറ്റമല്ല. ചെറിയച്ഛൻ ചതിച്ചു എന്ന് പറഞ്ഞ് സത്യവതി ടീച്ചർ എന്നെ മനഃപൂർവ്വം തോപ്പിച്ചതാ. ഏത് സത്യവതി ടീച്ചർ? സത്യവതി ടീച്ചർ, അന്നത്തെ ഹെഡ്മിസ്ട്രസ്. ചെറിയച്ഛനും ടീച്ചറും തമ്മിൽ പരസ്പരം ലവ് ചെയ്ത് ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോഴല്ലേ മുത്തച്ഛൻ ചെറിയച്ഛനെ കുളത്തിനരിയുള്ള പുളിമരത്തിൽ കെട്ടിയിട്ട് അടിച്ചത്. അതോടെ പ്രേമം കുളത്തിലുമായി, എന്റെ ജീവിതം വെള്ളത്തിലുമായി. മായ അതൊക്കെ മറന്നുകള. ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത്. ആരെന്ത് പറഞ്ഞാലും മായ എനിക്കിഷ്ടമാ, എനിക്ക് മായ ഇഷ്ടമാണ്. ഒരു ഹൃദയം നിറയെ സ്നേഹവുമായി ലോകാവസാനം വരെ മായയെ ഒരു നിധി പോലെ ഞാൻ കാത്തുസൂക്ഷിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയും. ഈ ഹൃദയം നിറയെ കൊളസ്ട്രോൾ ആണെന്ന ചെറിയച്ഛനും ചെറിയമ്മയും ദേവകിയമ്മയും ഒക്കെ എന്നോട് പറഞ്ഞത്. ആണോ? കൊളസ്ട്രോൾ വന്നാ മരണം ഉറപ്പാ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ശിവൻകുട്ടിയേട്ടൻ എന്നെ മറന്നേക്ക്. ഒന്ന് നിർത്തണോ? അമ്മിക്കല്ലില്ല, മൂത്ത് നടിച്ചൊരു തന്തക്കല്ലുണ്ട്. കൊത്താമോ? ഒന്ന് പോടോ. ഹൃദയം അമ്മിക്കല്ല് വെട്ടാനുണ്ട്, ആട്ടുകല്ല് കൊത്താനുണ്ട്, പഴയ പാവ വിൽക്കാനുണ്ട്. ഇവനാരാ? സാറിന്റെ കമ്പൗണ്ടർ? കമ്പൗണ്ടർ ഒന്നുമല്ല, സാക്ഷാൽ അളിയൻ. മാനസേശ്വരിയുടെ ഇളയ അളിയൻ പരമാനന്ദ ഗുപ്ത. മലയാളം അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ചിങ്ങോട്ട് പറയുമ്പോ ഹിന്ദിയിലാവുന്നു മാത്രം. ദേക്കോ മഹാൻ,
ये कुटी बाई प्लस दीदी प्रोडक्शन नंबर 1 है। दीदी बैंक में जाना, बेटी होटल से खर्चिल हो गया, थोड़ा आदमी कंप्लेंट हो गया, मैं इधर से आया, मैं क्या कर रही हूँ सजनी? वो മാനസശ്രീ നഗികെ ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും. ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഡോക്ടർ പോണ കാര്യം എന്താണെന്ന് ചോദിക്കും. അയാൾ എന്താ പറഞ്ഞേ? ആകെ പ്രശ്നമാണെന്നാ പറഞ്ഞേ. ഡോക്ടറെ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എന്താ ഡോക്ടറുടെ പ്രശ്നം? പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇതാ, ഇതൊരു 6 കുപ്പി വീതം ഒരു 6 മാസം കൊണ്ട് സേവിക്കുക. ധാരാളം വെള്ളവും കുടിക്കുക. എന്തുമാത്രം വെള്ളം കുടിക്കേണ്ടി വരും? ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കൂടെ പിടിക്കുക. അതല്ല, മഴവെള്ളം കുടിക്കണമെന്ന്. അത് ലേശാവാം. എന്തായാലും വെള്ളം കുടിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവനുണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്രാ. നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല, കൊളസ്ട്രോൾ. അത് തന്നെ. പോയിക്കോളൂ. എന്താ ശിവകുട്ടിയേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ? ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ മരുന്ന് നിന്നിട്ടുണ്ട്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസുമതി. വരട്ടെ, എന്റെ പോട്ടെ. ശിവൻകുട്ടിയേട്ടാ, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ, ആ മാനശേശ്വരി ചേച്ചി. എന്തിനോ? വെച്ചോ വെച്ചോ. എടാ വാസുണ്ണി, അവരെന്തിനാടാ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പരി വന്നിരിക്കുന്നേ? കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ടി നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെ ഇല്ലേ, ധൈര്യമായിട്ട് പോ. എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ, പരമാനന്ദ ഗുപ്തച്ചേട്ടൻ. പരമാനന്ദ ഗുപ്ത. आप कैसा है? सिंदर फ्लस में सफिंदर गुल्फी ഉട്ടാലങ്ങിന്റെ ജൂഹു ബീച്ച് में ദിൽബാർ है. പൊട്ടും. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ അന്ന് അറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഹേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി, ശിവൻകുട്ടി എന്നെ കൈതരൂ. ये क्या करता है साहब? ये आपका माया देवी है. താൻ പോടോ. ഈ വിചിത്ര ജീവി എവിടെ നിട്ടി മാനസേശ്വരി ദേവി? എനിക്ക് അറിഞ്ഞൂടാ ശിവൻകുട്ടിയേട്ടാ, അതാ ഡോക്ടറോട് ചോദിക്കണം. അയ്യോ, മായ മായാണിത്. അയ്യോ, എന്താ ഡോക്ടറെ, കുഞ്ഞിന് സുഖമില്ലേ? അവളിങ്ങനെയാ, രാത്രി ആയക്കറിയും. ശിവൻകുട്ടി കിടക്കുന്നില്ലേ? ഓ, എന്റെ കാര്യം പോക്കാ ഡോക്ടർ. ഒരു മനസമാധാനവും ഇല്ല. മനസമാധാനം കിട്ടാൻ ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ഒഴുകി പോകുമെന്ന് വൈദ്യര് പറഞ്ഞു. നേരാണോ ഡോക്ടർ? നേരാ. ഒറ്റ പ്രശ്നമുള്ളൂ, രാത്രിയിൽ ഒരുപാട് തവണ മുള്ളാൻ എണീക്കണം. അതാ കഷ്ടം. ഉറക്കവും വരികയല്ല. ഞാനൊന്ന് മുള്ളി വെച്ച് എന്നാ തോന്നുന്നു. അവന്റെ ഒരു ഊട്ട് കത്തപ്പെടുക്കല്. സാറേ, പാല് റെഡി. ഉണർത്തി കൊടുക്കണോ അതോ ഉണർന്നിട്ട് കൊടുത്താൽ മതിയോ? നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ആ സാധനം അവിടെ വെക്കണ. ഇത് ഞാൻ ചോദിച്ചിട്ട് നേരം കുറയായില്ലേ? ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു തരാം. ഞാൻ എന്താ പശുവോ? സാർ എങ്ങനെയും കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്ത് എത്തിക്ക്. ഇത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചേച്ചിയുടെ കയ്യിലേ ഇതിനേക്കാളും നല്ല ബെസ്റ്റ് കുപ്പിയുണ്ട്. കുഞ്ഞിന് അതാ വേണ്ടത്. നീ വാ. മായയോട് ഞാൻ പിന്നാമ്പുറത്തെ വാതില് സാക്ഷിയിടാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തിട്ട് വേഗം വരാൻ വാ. എന്നാ പിന്നെ സാറും അവിടെ കിടന്ന് സൗകര്യം പോലെ വന്നാ മതി. കുഞ്ഞിനും ചൂട് കിട്ടും, പിന്നെ സാറിനും. അവൾ എന്റെ ഭാര്യ, അതുകൊണ്ട് കൂടുതൽ കോമഡി വേണ്ട. വാ. ഈശ്വര, ആ വാതിലൊന്ന് തുറന്നു വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാരെ ഈ സമയത്ത് പൈപ്പ് തുറന്നിട്ട്?
പതച്ചതായിരിക്കും. പോട്ടെ, കൊളസ്ട്രോൾ മുഴുവനും പോട്ടെ. അവന്റെ ഒരു ഒടുക്കത്തെ വെള്ളം കുടി. ഇവൻ നേരെ വെളുക്കുന്നത് ഒരു പൈപ്പ് തുറന്നു വെച്ചു. ഇന്നിനകത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി ഇങ്ങനെ ബഹളം വെച്ച് നടക്കാതെ ഒരു സ്ഥലത്ത് അടങ്ങി കിടന്നൂടെ? ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോളൂ. ഈ പാവം ശിവൻകുട്ടിയുടെ നേരെ മായയുടെ മനസ്സ് എന്നും ഉറങ്ങിക്കിടന്നിട്ടേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറയാൻ പോലും സമ്മതിക്കാതെ മായ എന്നിൽ നിന്നും മുഖം തിരിച്ചു നടന്നു. മരണം മുന്നിൽ കാണുന്ന ഈ പാവത്തിന് മായ തെറ്റിദ്ധരിച്ചു. സാരമില്ല. കൊളസ്ട്രോൾ നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിക്കാൻ ചെമ്പരത്തിപ്പൂ പോലെ ഹൃദയമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വൈകാതെ മായക്കത് മനസ്സിലാവും. ഗുഡ് നൈറ്റ്. സോറി, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ വെളുപ്പിനെ 4 മണി. എന്റെ അടുത്ത വെള്ളം കൂടി കൃത്യം 4:10 തുടങ്ങണം. ഉറങ്ങിക്കോളൂ. മുത്തശ്ശൻ എന്നോട് വക്കീൽ ഇവിടെ ഉണ്ടോ നോക്കി വരാൻ പറഞ്ഞു. ഏത് വക്കീലിനെ? ചേട്ടന്റെ വക്കീലിനെ, മാനസേശ്വരി ഗുപ്തേ. കിട്ടിയ ചാൻസിന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. മോളെവിടെ? ഇനി വന്നേ. എന്നിട്ട് ഡോക്ടർക്ക് അറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വിഡിത്തം പറച്ചിലും കുട്ടിക്കളിയും ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറുതെ അല്ല. മാനസേശ്വരി, മാനസേശ്വരി. എന്താ പൂച്ച കലവടയ്ക്കെന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇക്കാര്യം ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്. ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു അറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തന്തയ്ക്ക് പിറന്നാണെന്നേ പറയും. എനിക്ക് രണ്ടാളെയും പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായാജാലവും വേണ്ട. പാവക്കുട്ടിയോ?